കരാറുകാരനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 2 ലോഡ് GSP ഇട്ട് ഈ റോഡിന്റെ കുഴി അടച്ചാൽ ഈ യാത്രക്കാർക്ക് തൽക്കാലം പോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലും ചെയ്യാതെ കരാറുകാരനും ഭരണസമിതി അംഗങ്ങളും എല്ലാം ഒത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ്. റോഡിലെ കുഴികൾ ചാടി ക്ഷീണിച്ചെത്തുന്ന ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ഗ്ലൂക്കോസ് പൊടിയും മിഠായിയും. ചെളിയും വെള്ളവും ഉള്ളതിനാൽ കൃഷി അനുയോജ്യമാണെന്ന് പറഞ്ഞ് റോഡിലെ കുഴികളിൽ വാഴകൃഷി. യാത്രക്കാരുടെ ദുരിതം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേറിട്ട ഒരു പ്രതിഷേധമായിരുന്നു കൊണ്ടോട്ടിയിൽ കണ്ടത്. CPIയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. നടക്കുന്നു. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, CPI സിന്ദാബാദ്, CPIയുടെ പ്രതിഷേധം. നാളുകളേറെ ഈ ദുരിതം കൊണ്ടോട്ടിയിലെ റോഡെല്ലാം റോഡുകളായി മാറുന്നു. ദുരിതം തീർക്കും അധികാരികൾ. കൊണ്ടോട്ടി ബൈപ്പാസ് റോഡിൽ നവീകരണം നടക്കുന്നുണ്ടെങ്കിലും മതിയായ മുന്നൊരുക്കങ്ങളോ യാത്രക്കാരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലോ ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധ പരിപാടി. സമരത്തിന് CPI ജില്ലാ കൗൺസിൽ അംഗം CP നിസാർ, മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗം മുന്നാസ് പാറയ്ക്കൽ, ലോക്കൽ സെക്രട്ടറി ഷഹീർ മണ്ണാരിൽ, CP സനൂപ്, PE ഹമീദ് കുട്ടി, നഗരസഭാ കൗൺസിലർ PC മണി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൊണ്ടോട്ടി മണ്ഡലത്തിന്റെ മുഖം എന്ന് പറയുന്നത് കൊണ്ടോട്ടിയാണ്. ആ കൊണ്ടോട്ടിയിൽ മാസങ്ങളായിട്ട് ഈ വെള്ളക്കെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോകുന്ന നിത്യം പല ആശുപത്രികളിലേക്കും പോകുന്ന രോഗികളെയും കൊണ്ടുപോകുന്ന രോഗികൾ, അതുപോലെ തന്നെ ഇതിലെ പോകുന്ന യാത്രക്കാർ, വാഹനങ്ങൾ എല്ലാം വളരെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഒരു ഭരണ സംവിധാനം കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഭരണ സംവിധാനം ഉണ്ടെങ്കിലും ആ ഭരണ സംവിധാനം നോക്കുകുത്തി ആയിക്കൊണ്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവിടെ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ പല നേതാക്കന്മാരും വന്ന് റീൽസ് എടുത്ത് ആളുകളെ മുന്നിൽ ഞങ്ങൾ ഇത് ചെയ്യുന്നു, 2 ദിവസം കൊണ്ട് അങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി ഇങ്ങനെ കമ്മിറ്റി ഉണ്ടാക്കി എന്ന് പറയല്ലാതെ ഇവിടുത്തെ യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ ആവശ്യമായ ഒരു സംവിധാനം ഇവിടെ ഭരണസമിതി ഉണ്ടാക്കിയിട്ടില്ല. ആ സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPIയുടെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരം നടത്തിയത്. ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു തോണിക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ്. തോണി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ആളുകൾ തോണിയിൽ പോകും. ഒരു വാഹനം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവിടെ ഇല്ല. നാളെ 1-ാം തീയതി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശക്തമായ സമരപരിപാടി നടത്തുകയാണ്. ഇവിടുത്തെ വെള്ളക്കെട്ടും ഇവിടുത്തെ യാത്രാ പ്രശ്നം പരിഹരിക്കണം, ഇവിടുത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPI നടത്തുന്ന ഈ സമരം. ഈ സമരത്തിൽ ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്. കാരണം ഒരു മനുഷ്യന് നടക്കാൻ പറ്റാത്ത അപ്പുറത്തേക്ക് ഈ കൊണ്ടോട്ടിയെ മാറ്റിമറിച്ചത് ഇവിടുത്തെ ഭരണ സംവിധാനമാണ്. അതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒന്നും വേണ്ട, ഒരു കരാറുകാരനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ഒരു 2 ലോഡ് GSP ഇട്ട് ഈ റോഡിന്റെ കുഴി അടച്ചാൽ ഈ യാത്രക്കാർക്ക് തൽക്കാലം പോകാനുള്ള സൗകര്യമുണ്ട്. അതുപോലും ചെയ്യാതെ കരാറുകാരനും ഭരണസമിതി അംഗങ്ങളും എല്ലാം ഒത്തുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ഉപദ്രവിക്കുന്നതിന് ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മാത്രമാണ് CPIക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് എയർ 1.
പാതയിൽ ഇരുമാനസം പൊൻതാലിയേകിടും Nesra Gold and Diamonds, Kalpaka Building, Bypass Road, Kondoti.